ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവമേ യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവമേ ആഗറിനെ പോലെ ഞാൻ കരഞ്ഞപ്പോ, യാക്കോബിനെ പോലെ ഞാൻ അലഞ്ഞപ്പോ, പോലെ ഞാൻ കരഞ്ഞപ്പോ, യാക്കോബിനെ പോലെ ഞാൻ അലഞ്ഞപ്പോ, ജീവജലം തന്നെ ഇത്രത്തോളം യഹോവ സഹായിച്ചു, ജീവജലം തന്നെ ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. ചെറുപ്പത്തെ സമയം ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും തന്ന വിലയേറിയ സമയം സ്തോത്രം കരയിക്കുന്നു. ഈ വർഷത്തിലെ അവസാന നിമിഷങ്ങളെ കപ്പാനെ ഞങ്ങളെ നടത്തിയതായ സ്തോത്രം കരയിക്കുന്ന കർത്താവെ, ഇത്രത്തോളം എന്നെ നടത്തി ഒന്നുമില്ലായ്മയിൽ എന്നെ ഉയർത്തി അല്ലെങ്കിൽ ഞങ്ങളെ മാനിച്ച കർത്താവിന്റെ സ്തോത്രം മുഖച്ച് അറിയിപ്പിക്കുന്ന കർത്താവെ, തുടർന്നും ഞങ്ങളുടെ വചന പഠന ക്ലാസ്സിനായ സ്തോത്രം കരയിക്കുന്ന പഠിപ്പിക്കുന്ന ദൈവദാസനായ സ്തോത്രം കരയിക്കുന്ന കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവങ്ങളെ ഓർത്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മിനിസ്ട്രി ഓർത്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണം പ്രാർത്ഥന യാചകം കേട്ടിട്ട് സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ.
പ്രൈസ് ദി ലോർഡ്. ആമേൻ. നല്ല ഗാനങ്ങൾ പാടി ദൈവത്തെ ആരാധിപ്പാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിച്ചല്ലോ. ആരാധന ലീഡ് ചെയ്ത കർത്താവിന്റെ ദാസനോടും കുഞ്ഞുങ്ങളോടുമുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്ന കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നമുക്ക് ബൈബിൾ ക്ലാസിന്റെ അനുഗ്രഹത്തിനായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. അവിടെ മിനിസ്ട്രി ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. മിനിസ്ട്രിയിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരെ ഓർക്കാം. ഫൗണ്ടർ ചെയർമാന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് ശക്തമായി നിലനിർത്തേണ്ടതിനായി ഉപയോഗിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. നമ്മുടെ മിനിസ്ട്രി ദൈവം അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. ഇന്നത്തെ ബൈബിൾ ക്ലാസ് ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിനായി പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ദാസനെ ദൈവം കൂട്ടിവരുത്തേണ്ടതിനായി പ്രാർത്ഥിക്കാം. ദൈവം ബലപ്പെടുത്തേണ്ടതിനായി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇന്നത്തെ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഓർത്തുകൊണ്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ആമേൻ. കടന്നു വരുവാനുള്ളവരെ ദൈവം കൂട്ടിവരുത്തേണ്ടതിനായി പ്രാർത്ഥിക്കാം. എല്ലാ വിഷയങ്ങളെയും കർത്താവിന്റെ കരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഇപ്പോൾ ആമേൻ. ജാൻസി സഹോദരി പ്രാർത്ഥിക്കാമോ? പ്രൈസ് ദി ലോർഡ്. ദൈവമേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രത്തിന് പരിശുദ്ധമായ സ്വർഗീയ പിതാവേ, അവിടുത്തെ പാദപീഠ സന്നിധിയിലേക്ക് വീണ്ടും കർത്താവിനെ വെള്ളിയാഴ്ച ബൈബിൾ ക്ലാസ്സുമായി കടന്നവരെ സഹായിച്ച ദൈവത്തിന്റെ സ്നേഹത്തെ ഓർത്ത് നന്ദിയോട് സ്തുതിക്കുന്ന കർത്താവേ, ഇത് ചേർത്തവിടെ കർത്താവേ ട്രിനിറ്റി ഇന്റർനാഷണൽ മിനിസ്ട്രിയുടെ പ്രവർത്തനങ്ങൾ ദൈവമേ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എത്രത്തോളം അവിടുന്ന് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്ത ദൈവത്തിന്റെ സ്നേഹത്തെ ഓർത്ത് കരുതലിനോർത്ത് സൂക്ഷിപ്പിനോർത്ത് നന്ദിയോട് സ്തുതിക്കുന്നു കർത്താവേ. എത്രത്തോളം വർഷങ്ങൾ ഈ വർഷത്തിന്റെ കർത്താവേ അവസാന വെള്ളിയാഴ്ച ദിവസം കർത്താവെ ഞങ്ങൾക്ക് ഒരുമിച്ചായിരിക്കും ദൈവം സഹായിച്ച ദൈവത്തിന്റെ സ്നേഹത്തെ ഓർത്ത് സ്തുതിക്കുന്നു. ഇതുവരെ ബൈബിൾ ക്ലാസ് കർത്താവെ ലീഡ് ചെയ്യുവാൻ കർത്താവ് ദാസനെ സഹായിച്ചു. ക്ലാസ് എടുക്കുവാൻ കർത്താവ് ഇതിന്റെ അഭിഷേകത്തിനെ അവിടുന്ന് ബലപ്പെടുത്തി കടന്നു വരുന്ന കുഞ്ഞുങ്ങളെല്ലാവരും ദൈവം അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ ഞങ്ങൾ ഫൗണ്ടർ ചെയർമാനായിരിക്കുന്ന കർത്താവ് പ്രിയ തോമസ് ചെറിയ സാറിനെ അവിടുത്തെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതിന് മകൻ കൊടുത്തിരിക്കുന്ന കാഴ്ചപ്പാടനുസരിച്ച് എത്രത്തോളം കാര്യങ്ങളെ ജീവ സഹായിച്ചു. തുടർന്ന് കർത്താവെ വിവിധമായ എല്ലാ പ്രവർത്തനങ്ങളെയും ഇവിടുന്ന് അനുഗ്രഹിക്കുമാറാണ്. ശക്തമായ കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കർത്താവ് പടർന്ന് വ്യാപിക്കപ്പെടുവാൻ സഹായിക്കണം. കൊടുത്തിരിക്കുന്ന ദർശനപ്രകാരം എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ നോക്കണം. ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന കർത്താവെ മിനിസാറിനോട് പ്രാർത്ഥന മോനെ അനുഗ്രഹിക്കുമാറാകണം. എല്ലാവരും കുടുംബങ്ങളായി ദൈവം മാനിച്ച് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തുതിക്കുന്ന കർത്താവെ വലിയ സെക്രട്ടറി ആയിരിക്കുന്ന കർത്താവ് സന്നി ഫസ്റ്റ് കൊടുത്ത് പ്രാർത്ഥിക്കുന്ന ദൈവം ലീഡ് ചെയ്യുന്ന ദൈവം ബലപ്പെടുത്തി നിയമത്രത്തോളം കാര്യങ്ങൾക്കെല്ലാം കർത്താവ് നേതൃത്വം കൊടുക്കാൻ സഹായിച്ച് അവിടുത്തെ സ്നേഹത്തെ ഓർത്ത് സ്തോത്രം തുടർന്ന് കർത്താവ് അവിടുന്ന് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും എല്ലാ ദൈവികമായ നന്മകളാൽ നിറയ്ക്കുകയും ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തുതിക്കുന്ന കർത്താവെ ജോയിന്റ് സെക്രട്ടറി ആയിരിക്കുന്ന കർത്താവ് ഹർല ജോസഫ് ചാക്കോ ഫസ്റ്റ് കൊടുത്ത് പ്രാർത്ഥന മോനെ അനുഗ്രഹിക്കണം. എല്ലാ ദൈവികമായ നന്മകളും അനുഗ്രഹങ്ങളും കർത്താവ് ദിവസമായി പകർന്ന് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തുതിക്കുന്നു. മറ്റെല്ലാ കർത്താവ് പ്രിയപ്പെട്ടവരോട് പ്രാർത്ഥിക്കുന്നു. മെന്റേഴ്സിനോട് പ്രാർത്ഥിക്കുന്നു. ഡയറക്ടേഴ്സിനോട് പ്രാർത്ഥിക്കുന്നു. എല്ലാ കോർഡിനേറ്റേഴ്സിനോട് പ്രാർത്ഥിക്കുന്ന എല്ലാവരും ദൈവത്തിൽ അനുഗ്രഹിക്കപ്പെടാൻ ദിവസങ്ങളെ ശക്തമായി ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുവാൻ എല്ലാവരോടും അഭിഷേകത്തിൽ നിറയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തുതിക്കുന്ന കർത്താവ് ഹല്ലേലൂയ. കർത്താവ് ഞങ്ങളെ ട്രിനിറ്റി ഫാമിലി മെമ്പേഴ്സിനോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ദൈവത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവ് മീറ്റിംഗിനായി കർത്താവ് ഹല്ലേലൂയ കർത്താവ് ബൈബിൾ ക്ലാസ്സിനായി കടന്നു വന്നിരിക്കുന്ന പ്രിയ കർത്താവ് ദേവദാസന്മാരെ സഹോദരിമാരെ എല്ലാവരും ദൈവം അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ദൈവത്തിൽ അനുഗ്രഹിക്കപ്പെടുവാൻ സഹായിക്കണം. വചനം പഠിച്ച് നിശ്ചയം പ്രാപിച്ച് ക്രിസ്തുവിന്റെ തലയോളം വളർച്ച പ്രാപിക്കുന്നവരായി തീരുവാൻ എല്ലാവരും ഇവിടുന്ന് ബലപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ ഈ വർഷത്തുപോലെ അല്ല കർത്താവ് പുതിയ വർഷത്തിൽ കർത്താവ് ശക്തമായി ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവരായി തീരുവാൻ ശക്തമായ ദൈവങ്ങൾ പ്രയോജനമുള്ളവരായി തീരുവാൻ എല്ലാവരും കരങ്ങളെടുത്ത് ഉപയോഗിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ദിവസങ്ങളിൽ പുതിയ അഭിഷേകത്താൽ കർത്താവ് നിറയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടുതലായി അവിടുത്തെ വചനം പഠിക്കുവാനും നിശ്ചയം പ്രാപിക്കുവാനും ദിവസത്തിൽ പ്രയോജനമുള്ളവരായി തീരുവാനും എല്ലാ പ്രിയപ്പെട്ടവരുടെ കരങ്ങളെടുത്ത് ഉപയോഗിക്കുകയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തുതിക്കുന്ന പ്രത്യേകിച്ച് കർത്താവെ ക്ലാസ് എടുക്കുന്ന പ്രിയ ദേവദാസിനെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയദാസിനെ തിരുമേ കടന്നു വരുവാനും കർത്താവെ ശക്തമായ രീതിയിൽ കർത്താവെ അവിടുത്തെ വചനം പഠിപ്പിക്കുവാൻ നിന്റെ അഭിഷേകത്തെ ശക്തമായി തുറന്ന കരങ്ങളെടുത്ത് ഉപയോഗിക്കുമാറാകണം. അനേകരുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തിരുവനന്തപുരം വചനത്തിന്റെ ആഴങ്ങളിലേക്ക് വചനത്തിന്റെ മർമ്മങ്ങളിലേക്ക് ഇറങ്ങി കർത്താവ് പഠിപ്പിക്കുവാൻ ആവശ്യമായ എല്ലാ ദൈവികമായ നന്മകളും നിറയ്ക്കുമാറാകണമേ. കേൾക്കപ്പെടുന്ന വചനം അടിയങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് അത് ഏറ്റെടുക്കുവാനും കർത്താവ് അത് ജീവിതത്തിൽ പ്രായോഗികമാക്കുവാനും വചനം പഠിച്ച് നിശ്ചയം പ്രാപിക്കുന്നവരെ തിരുവനടങ്ങളെ ബലപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ദൈവങ്ങളിലേക്ക് അടിയങ്ങളെ ഏവരെ ഏൽപ്പിക്കുന്ന പോലെ കർത്താവ് ഗാനങ്ങളാൽ ലഭിച്ച പ്രിയ കുഞ്ഞുങ്ങളോട് പ്രാർത്ഥിക്കുന്നു. അവരോട് അനുഗ്രഹിക്കണം. എല്ലാ ദൈവികമായ നന്മകളാൽ നിറയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തുതിക്കുന്ന കർത്താവ് അടിയങ്ങളെ ഏവരെ ഒരിക്കൽ കൂടി ദൈവങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിച്ച് നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും കർത്താവിൽ അനുഗ്രഹിക്കപ്പെടുക സഹായിക്കണം. കർത്താവ് തുറന്ന് കർത്താവ് അനേകരെ കർത്താവ് ക്ലാസ്സിലേക്ക് കൂട്ടി വരുത്തുമാറ ആരും ഉദാസനതരായിരിക്കാൻ സമ്മതിക്കാതോണം ഈ ദിവസങ്ങളിൽ അനേകരെ കടന്നു വന്ന് വചനം പഠിക്കണം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന സ്തോത്രം യേശുനാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കണം പിതാവേ. ആമേൻ.
ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യാം. പ്രാർത്ഥനയിൽ സഹായിച്ച പ്രിയപ്പെട്ടവരുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഈ വെള്ളിയാഴ്ച പകൽക്കാലം ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വരുവാൻ കർത്താവ് ഇടയാക്കിയല്ലോ. എല്ലാ വെള്ളിയാഴ്ചയും ട്രിനിറ്റി ഇന്റർനാഷണൽ പ്രയർ മിനിസ്ട്രിയുടെ ഈ സൂം പ്ലാറ്റ്ഫോമിൽ നടത്തപ്പെടുന്ന ബൈബിൾ പഠനം കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നടക്കുവാൻ സ്വർഗം സഹായിച്ചു. ദൈവവചനം പഠിക്കുന്നത് നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീരുവാൻ ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ ദാസൻ ഹാർലൻ കൊട്ടാരക്കരയാണല്ലോ ദൈവവചനത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. കർത്താവിന്റെ ദാസൻ ഇതുവരെ നമ്മുടെ മീറ്റിംഗിൽ ജോയിൻ ചെയ്തിട്ടില്ല. ജോയിൻ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ വളർച്ചയാണ് ദൈവവചന പഠനം എന്ന് പറയുന്നത്. ഏതൊരു വിശ്വാസിക്കും ആവശ്യമായിരിക്കേണ്ട ഒന്നാണ് ദൈവവചനം പഠിക്കുക എന്നുള്ളത്. പഠിച്ചെങ്കിൽ മാത്രമേ ദൈവസന്നിധിയിലും ദൈവത്തിലും ഉറപ്പും ധൈര്യവുമുള്ളവരായി നമുക്ക് നിൽക്കാൻ കഴിയുകയുള്ളൂ. ദൈവവചനം പഠിക്കുന്നത് അത് ഈ ലോകത്തിൽ മാത്രമേ നമുക്ക് സാധ്യമാകൂ. ഈ ലോകത്തിൽ നിന്ന് നാം മാറ്റപ്പെട്ടു പോയാൽ ദൈവവചനം പഠിക്കുവാൻ നമുക്ക് കഴിയില്ല. ദൈവവചനം നമ്മുടെ കണ്ണിൻ മുൻപിൽ മറഞ്ഞിരിക്കുന്ന അനേകം മർമ്മങ്ങളുണ്ട്, അനേക യാഥാർത്ഥ്യങ്ങളുണ്ട്. അവയൊന്നും നാം വായിക്കുമ്പോൾ നമുക്ക് ലഭിക്കണമെന്നില്ല. എന്നാൽ ഇതൊക്കെ ഷണ്ണൻ പറഞ്ഞതുപോലെ ആരെങ്കിലും പൊരുൾ തിരിച്ചു തരാതെ എങ്ങനെ മനസ്സിലാക്കാൻ ഗ്രഹിക്കാൻ കഴിയുമെന്ന് പറഞ്ഞതുപോലെ ദൈവവചനം അതിൻ്റെതായ നിലയിൽ ആ പൊരുൾ തിരിച്ചു തരുവാൻ ഒരാൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ, വചനങ്ങൾ നമുക്ക് ചിന്തിക്കുവാൻ, പഠിക്കുവാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ അഭിവൃദ്ധി എന്ന് പറയുന്ന ദൈവത്തിന്റെ വചനം പഠിക്കുക. അതിന് ഈ ട്രിനിറ്റി ഇന്റർനാഷണൽ പ്രയർ മിനിസ്ട്രി ഒരുക്കുന്ന ഈ സൂം പ്ലാറ്റ്ഫോം നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനുഗ്രഹമാണ്. കർത്താവിന്റെ ദാസൻ വരുമ്പോൾ അദ്ദേഹത്തിന് മൈക്ക് കൈമാറിയിട്ട് ഞാൻ സ്വസ്ഥാനത്തിരിക്കുന്നതായിരിക്കും. അതുവരെ ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനമാണല്ലോ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ പഠനം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ക്ലാസ് ഏറ്റവും അനുഗ്രഹമായ നിലയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്നത്തെ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാവരും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വർഷത്തിന്റെ അവസാനമായത് കാരണം പലർക്കും തിരക്കുകളും മീറ്റിങ്ങുകളും ചർച്ചുകളിൽ ഉപവാസ പ്രാർത്ഥനയും ഒക്കെ ആയിട്ട് പലരും ആയിരിക്കുന്നു. എന്നാൽ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഈ സൂമിൽ ദൈവസന്നിധിയിൽ ആയിരിക്കാൻ കർത്താവ് നമുക്ക് കൃപ തന്നല്ലോ. ഇന്നത്തെ ഈ സൂമിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എഫേസ്യ ലേഖനം 1-ാമത്തെ അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, 4ഉം 5ഉം വാക്യങ്ങൾ. തന്റെ സന്നിധിയിൽ നാം വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിനു മുൻപേ നമ്മെ
അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് ദൈവം തനിക്ക് പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തുവല്ലോ എന്ന അപ്പോസ്തലനായ പൗലോസ് ലീഗ അവിടെ രേഖപ്പെടുത്തുകയാണ്. ഈ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിലാണ് നമുക്ക് ദത്തെടുപ്പും തിരഞ്ഞെടുപ്പും മുൻ നിയമനവും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് എഫേസ്യർ ലേഖനത്തിലാണ്. അവിടെ എങ്ങനെയാണ് പറയുന്നത്? 4-ാമത്തെ വാക്യം, തന്റെ സന്നിധിയിൽ നാം വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും. അപ്പോൾ എന്ത് ചെയ്തു? കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തു. എന്തിനു വേണ്ടിയാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തത്? കർത്താവിന്റെ സന്നിധിയിൽ, ദൈവത്തിന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് വേണ്ടി. ദൈവസന്നിധിയിൽ നാം വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിനു മുൻപേ. എപ്പോഴാണ് തിരഞ്ഞെടുത്തത്? ലോകസ്ഥാപനത്തിനു മുൻപേ. അപ്പോൾ ഈ ഭൂമിയും ഭൂമണ്ഡലങ്ങളും ഉണ്ടാകുന്നതിന് മുൻപേ, ഉളവാകുന്നതിന് മുൻപേ, അല്ലെങ്കിൽ ദൈവം സൃഷ്ടിക്കുന്നതിന് മുൻപേ ദൈവം ആരെ തിരഞ്ഞെടുത്തു? നമ്മെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തു. ദൈവം നമ്മെ എന്ത് ചെയ്തു? തിരഞ്ഞെടുക്കുവാൻ ഇടയായി തീർന്നു. എന്തിനു വേണ്ടിയാണ്? ദൈവത്തിന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ എന്ത് ചെയ്തു? തിരഞ്ഞെടുക്കുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. കർത്താവ് ഇങ്ങനെ പറയുന്നു മത്തായി എഴുതിയ സുവിശേഷം അതിന്റെ 10-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ, ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെ, കുഞ്ഞാടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ആകയാൽ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരുമായിരിപ്പീനെന്ന് പറയുകയാണ്. അപ്പോൾ നിഷ്കളങ്കരാകേണ്ടതിന് വേണ്ടി കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തു. എങ്ങനെയാണ്? പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരായി, പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരായി. പാമ്പിന്റെ ബുദ്ധി എന്താണെന്ന് നമുക്കറിയത്തില്ല. പാമ്പിന്റെ ബുദ്ധിപരമായ നീക്കം ഉൽപ്പത്തി പുസ്തകത്തിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ എന്ത് ചെയ്തു? പിശാച് പാമ്പിൽ കൂടെ ആദമിനെയും ഹൗവയെയും എന്ത് ചെയ്തു? അവരോട് ഇടപെടുവാനിടയായിട്ടോ അവരെ അവിടുന്ന് എന്ത് ചെയ്തു? ആ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുവാൻ വേണ്ടി പാമ്പ് എന്ത് ചെയ്തു? കൗശലം പ്രയോഗിച്ചു. അല്ലെങ്കിൽ പിശാച് പാമ്പിൽ പ്രവേശിച്ചിട്ട് കൗശലം പ്രയോഗിച്ച് അവരെ എന്ത് ചെയ്തു? അവരെ അതിൽ നിന്ന് പുറത്താക്കുവാൻ, പുറന്തള്ളുവാൻ തക്കവണ്ണമുള്ള ആലോചന എന്ത് ചെയ്തു? കൊടുക്കുവാനായിട്ടിടയായി തോന്നുന്നു. 1 കൊരിന്ത്യർ ലേഖനം 14-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ, സഹോദരന്മാരെ, ബുദ്ധിയിൽ കുഞ്ഞുങ്ങളെ പോലെ ആകരുത്, തിന്മയ്ക്ക് ശിശുക്കളായിരിപ്പീൻ, ചിന്തയിലോ മുതിർന്നവരായിരിപ്പീൻ എന്ന് അവിടെ പറയുകയാണ്. അപ്പോൾ നമ്മളെ കർത്താവ് എന്തിനു വേണ്ടി തിരഞ്ഞെടുത്തു? വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് വേണ്ടി കർത്താവ് തിരഞ്ഞെടുത്തു. നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന്. ഒന്നാമത്തെ അനുഭവമാണ് തിരഞ്ഞെടുപ്പ്. എപ്പോഴാണോ തിരഞ്ഞെടുത്തത്? ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു. എന്തിനു വേണ്ടിയാണ് തിരഞ്ഞെടുത്തത്? ക്രിസ്തുവിൽ കൂടിയുള്ള രക്ഷ പ്രാപിക്കുവാൻ വേണ്ടിയാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തത്. ആരിലാണ് തിരഞ്ഞെടുത്തത്? ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു.
എപ്പോഴാണ് തിരഞ്ഞെടുത്തത്? ലോകസ്ഥാപനത്തിന് മുൻപേ, ലോകം സ്ഥാപിക്കുന്നതിന് മുൻപേ ദൈവം നമ്മെ എന്ത് ചെയ്തു? തിരഞ്ഞെടുക്കുവാൻ ഇടയായി തീർന്നു. ആരെ തിരഞ്ഞെടുത്തു? എല്ലാവരെയും ദൈവം തിരഞ്ഞെടുത്തു. എല്ലാവരെയും ദൈവം എന്ത് ചെയ്തു? തിരഞ്ഞെടുത്തു. എല്ലാവരെയും എന്ന് പറഞ്ഞാൽ എല്ലാവരെയും തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ വേദ പണ്ഡിതന്മാർക്ക് അത് പിടിക്കുകയില്ല, അതെന്ത് ചെയ്യത്തില്ല, അവർക്ക് അത് മനസ്സിലാകുകയുമില്ല. അവർ പറയുന്നത് ദൈവം ചിലരെ മാത്രം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നാണ്. ചിലരെ മാത്രം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നാണ്. അല്ല, ദൈവം ലോകസ്ഥാപനത്തിന് മുൻപേ സകലരെയും തിരഞ്ഞെടുക്കുവാൻ ഇടയായി തീർന്നു. ദൈവം ആദം മുതൽ സകല മനുഷ്യ ജാതികളെയും ക്രിസ്തുവിൽ രക്ഷയ്ക്കായിട്ട് എന്ത് ചെയ്തു? തിരഞ്ഞെടുത്തു. ക്രിസ്തുവിൽ എന്ത് ചെയ്തു? ആദം മുതൽ ഉള്ള സകല വ്യക്തികളെയും ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. എപ്പോഴാണ് ഈ തിരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നത്? യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിലാണ് ഈ തിരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നത്. അപ്പോൾ മനുഷ്യനായി പിറന്ന ആദം മുതൽ ക്രിസ്തുവിന്റെ പുനരാഗമനം വരെയുള്ള സകലരെയും ദൈവം ക്രിസ്തു യേശുവിൽ എന്ത് ചെയ്തു? തിരഞ്ഞെടുക്കുവാൻ ഇടയായി തീർന്നു, അല്ലെങ്കിൽ തിരഞ്ഞെടുത്തു. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളെ അവൻ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു എന്ന് 1 തെസ്സലോനിക്യ ലേഖനം 1-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരെ, ആരെയാണ് സ്നേഹിച്ചത്? ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു, എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുന്നു. അപ്പോൾ ദൈവം എല്ലാവരെയും എന്ത് ചെയ്തു? ക്രിസ്തുവിൽ തിരഞ്ഞെടുക്കുവാൻ ഇടയായി തീർന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരും, വിശുദ്ധന്മാരും ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് എന്ന് കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശുദ്ധന്മാരുമായുള്ളവരെ, ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർ ആരാണ്? ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർ, ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർ എല്ലാവരെയും കർത്താവ് എന്ത് ചെയ്തു? തിരഞ്ഞെടുക്കുവാനിടയായി തീർന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം ക്ഷമിക്കുകയും ഒരുവനോടൊരുവന് വഴക്കുണ്ടായി തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവീൻ എന്ന് അവിടെ പറയുകയാണ്. ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർ. അപ്പോൾ ദൈവം ആരെ തിരഞ്ഞെടുത്തു? എല്ലാവരും തിരഞ്ഞെടുത്തതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം, നാം ഒരു കാര്യം പ്രത്യേകം എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. ഇവിടെ അവിശ്വാസികളോട് തിരഞ്ഞെടുപ്പിനെ കുറിച്ച് ദൈവവചനം ഒന്നും പറയുന്നില്ല എന്നുള്ളതാണ്. അവിശ്വാസികളോട് തിരഞ്ഞെടുപ്പിനെ കുറിച്ച് ദൈവവചനം ഒന്നും പറയുന്നില്ല. അവിശ്വാസികളെ അവരുടെ നാശത്തിലേക്ക് പോകുന്ന അവസ്ഥയെയും, അവർക്ക് വരാൻ പോകുന്ന ന്യായവിധിയെയുമാണ് ദൈവവചനം കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് വരാൻ പോകുന്ന ന്യായവിധിയെയുമാണ് ദൈവവചനം എന്ത് ചെയ്യുന്നത്? കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അവർ മാനസാന്തരപ്പെടുവാൻ തക്കവണ്ണം ദൈവം അവരെ വിളിച്ചുകൊണ്ടിരിക്കുന്നു എന്നും ദൈവവചനം അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു. അവരെന്ത് ചെയ്യുന്നു? അവരെല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവവചനം എന്ത് ചെയ്യുന്നു? അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്.
അവരെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവവചനം അപ്പോസ്തലന്മാരുടെ പുസ്തകം 26-ാമത്തെ അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണു തുറക്കാനും അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്കും തിരിക്കാനും ഞാൻ ഇപ്പോൾ നിന്നെ അവരുടെ അടുക്കൽ അയക്കുന്നു എന്ന് കൽപ്പിച്ചു. അതുകൊണ്ട് അഗ്രിപ്പ രാജാവേ, ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ പറയുകയാണ്, തന്റെ മാനസാന്തരത്തിന്റെ കഥ അഗ്രിപ്പ രാജാവിനോട് വിവരിച്ചുകൊണ്ട് താൻ പറയുകയാണ്, ദൈവം എന്നെ തിരഞ്ഞെടുത്തത്, ദൈവം എന്നെ വിളിച്ച് വേർതിരിച്ചത് എന്തിനാണെന്നറിയാമോ? അവർക്ക് പാപമോചനവും, 17-ാമത്തെ വാക്യം, ജനത്തിന്റെയും ജാതികളുടെയും കയ്യിൽ നിന്ന് ഞാൻ നിന്നെ രക്ഷിക്കും. അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണ് തുറക്കാനും അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിലേക്ക് തിരിക്കാനും ഞാൻ ഇപ്പോൾ നിന്നെ അവരുടെ അടുക്കൽ അയക്കുന്നു എന്ന് കൽപ്പിച്ചു. അപ്പോൾ സകലരും എന്ത് ചെയ്യണം? യേശുക്രിസ്തുവിനെ അറിയണം. യേശുക്രിസ്തുവിൽ കൂടെ പിതാവായ ദൈവം എല്ലാവരെയും തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നറിയണം. ആ തിരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നത് ജനം മാനസാന്തരപ്പെടുമ്പോഴാണ്. അതുകൊണ്ട് ജനത്തിനു മാനസാന്തരം ഉണ്ടാകാനും ദൈവം അവരുടെ കണ്ണു തുറക്കാനും ദൈവം അവരെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് അവർക്ക് വെളിപ്പെടുത്തുവാനും വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? ദൈവം അപ്പോസ്തലനായ പൗലോസിനെ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് പിടിച്ച് താൻ സഞ്ചരിച്ചിരുന്ന വാഹനം മൃഗത്തിന്റെ മുകളിൽ നിന്നും തന്നെ താഴെയിട്ട് അവിടുന്ന് എന്ത് ചെയ്യുന്നത്? അവന് മാനസാന്തരം കൊടുത്തത് സകല ജാതികളും യേശുക്രിസ്തുവിൽ കൂടിയുള്ള രക്ഷ, ദൈവമൊരുക്കിയ രക്ഷ പ്രാപിക്കേണ്ടതിന് വേണ്ടിയാണ്. ഇരുപത്തിമൂന്നാമത്തെ വാക്യം, 26-ലെ 23-ാമത്തെ വാക്യം, ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും മരിച്ചവരുടെ പുനരുത്ഥാനത്തിൽ ആദ്യനായി ജനത്തോടും ജാതികളോടും വെളിച്ചം അറിയിക്കുകയും ചെയ്യും എന്ന് പ്രവാചകന്മാരും മോശയും ഭാവി കാലത്തെക്കുറിച്ച് പ്രസ്താവിച്ചതൊഴികെ വേറെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ജാതികളോടും, കർത്താവിനെ കുറിച്ച് ജാതികളോടും പ്രസംഗിക്കുവാൻ വേണ്ടി അപ്പോസ്തലനായ പൗലോസിനെ എന്ത് ചെയ്തു? ദൈവം ആമേൻ തിരഞ്ഞെടുക്കുവാൻ ഇടയായി തീർന്നു. അപ്പോൾ ദൈവം ആമേൻ ആരെ തിരഞ്ഞെടുത്തു? സകലരെയും. ആദം മുതൽ ക്രിസ്തുവിന്റെ പുനരാഗമനം, രണ്ടാമത്തെ വരവ് വരെയും ഈ ഭൂമിയിൽ ജനിക്കുന്ന സകലരെയും പിതാവായ ദൈവം കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെ രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തു. അവർ വിശ്വസിക്കേണ്ടതിന് കർത്താവായ യേശുവിനെയും അവന്റെ വീണ്ടെടുപ്പ് വേലയെയും അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ജാതികൾ വിശ്വസിക്കേണ്ടതിന് കർത്താവായ യേശുവിനെയും അവന്റെ വീണ്ടെടുപ്പ് വേലയെയും അവർക്ക് കാണിച്ചു കൊടുക്കുന്നു. ആർക്ക് കാണിച്ചു കൊടുക്കുന്നു? ജാതികൾക്ക് കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ അവർ മാനസാന്തരപ്പെട്ട് കർത്താവായ യേശുവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ അവർ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് എന്ന ഉറപ്പ് അവർക്ക് ലഭിക്കുകയാണ്. യേശുക്രിസ്തുവിനെ കുറിച്ച് ജാതികളിലും രാജ്യങ്ങളിലും യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നു. അങ്ങനെ യേശുക്രിസ്തുവിന്റെ പ്രസംഗം കേട്ട് യേശുക്രിസ്തുവിനെ അറിഞ്ഞ് അവർ മാനസാന്തരപ്പെട്ട് കർത്താവായ യേശുവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ അവർ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് എന്നുള്ള ഉറപ്പ് അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? അവർക്ക് ലഭിക്കുന്നത്. നാം രക്ഷിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ
ദൈവം എന്നെ തിരഞ്ഞെടുത്തിരുന്നു എന്ന് നമുക്കറിയാൻ കഴിയില്ലായിരുന്നു. നാം ദൈവവചനം കേട്ട് മാനസാന്തരപ്പെട്ട് ദൈവസന്നിധിയിൽ വന്നപ്പോഴാണ്, ദൈവവചനം വായിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ദൈവം എന്നെയും തിരഞ്ഞെടുത്തിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ദൈവം തിരഞ്ഞെടുത്തു എന്നുള്ള ആ ഉറപ്പ് നമുക്ക് ലഭിക്കുന്നത് നാം ദൈവവചനം കേട്ട് മാനസാന്തരപ്പെട്ട് ദൈവസന്നിധിയിൽ വന്നു കഴിയുമ്പോഴാണ് ഈ വചനം നമുക്ക് ബോധ്യമാകുന്നത്. പിതാവായ ദൈവം തൻ്റെ പുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിൽ കൂടി എന്നെയും രക്ഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തതാണല്ലോ എന്ന് നമുക്ക് മനസ്സിലാകുന്നത് നാം മാനസാന്തരപ്പെട്ട് ദൈവവചനം അനുസരിച്ച് ദൈവസന്നിധിയിൽ വരുമ്പോഴാണ്. അതിനു മുൻപ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തില്ല ദൈവം നമ്മെ തിരഞ്ഞെടുത്തതാണോ. കാരണം നാം എന്ത് ചെയ്യുന്നില്ല, വചനം വായിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. വചനം അറിയാത്തത് കൊണ്ട്, വായിക്കാത്തത് കൊണ്ട് ദൈവം എന്നെ തിരഞ്ഞെടുത്തു എന്നുള്ള ഉറപ്പ് നമുക്ക് മനസ്സിലാകുകയില്ല. അപ്പോൾ അത് നമുക്ക് ബോധ്യമാകുന്നത് എപ്പോഴാണ്? ദൈവവചനം കേട്ട് മാനസാന്തരപ്പെട്ട് ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോഴാണ് അയ്യോ ദൈവം എന്നെയും രക്ഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തിരുന്നല്ലോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ഒരു വെളിച്ചത്തിൽ ചിന്തിക്കുമ്പോൾ ദൈവം സകലരെയും എന്ത് ചെയ്യുന്നു? രക്ഷയ്ക്ക് വേണ്ടി ആമേൻ തിരഞ്ഞെടുത്തിരുന്നു. ക്രിസ്തുവിൽ കൂടിയുള്ള രക്ഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നു സകലരെയും. പലരും എന്ത് ചെയ്യുന്നില്ല, അതറിയുന്നില്ല. അറിയാത്തത് എന്തുകൊണ്ടാണ്? ദൈവവചനം കേൾക്കാത്തത് കൊണ്ട്, ദൈവവചനം വായിക്കാത്തത് കൊണ്ട് അവർക്ക് ആ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അവർക്ക് എങ്ങനെയാണ് ഇപ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയുന്നത്? 1 തെസ്സലോനിക്കർ 1 അധ്യായം 4 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം പ്രൈസ് ദി ലോർഡ്. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളെ അവൻ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളെ അവൻ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. അപ്പോസ്തലനായ പൗലോസ് ലീഗ അവരോട് ദൈവവചനം സംസാരിച്ച് അവർ മാനസാന്തരപ്പെട്ട് ദൈവസന്നിധിയിൽ കടന്നു വന്നപ്പോൾ അവർക്ക് ലേഖനം എഴുതി അവരെ പ്രബോധിപ്പിക്കുകയാണ്. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളെ അവൻ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. എപ്പോഴാണ് അറിയുന്നത്? അവർ ദൈവവചനം കേട്ട് ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോഴാണ് ദൈവം അവരെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് നമ്മളും അറിയുന്നത്. സ്തോത്രം. 5 വാക്യം, ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല, ശക്തിയോടും പരിശുദ്ധാത്മാവോടും പൂർണ്ണ നിശ്ചയത്തോടും കൂടെ ആയിരുന്നു നിങ്ങളുടെ അടുക്കൽ വന്നത്. നിങ്ങളെ പ്രതി ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ എങ്ങനെ ജീവിച്ചു എന്ന് അറിയുന്നുവല്ലോ. ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു. ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും അവരെന്ത് ചെയ്തു? നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു. വചനം കൈക്കൊണ്ടപ്പോഴാണ്, വചനം അവരുടെ ജീവിതത്തിൽ ഏറ്റെടുത്തപ്പോഴാണ് അവരും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് എന്നുള്ള ബോധ്യം അവർക്ക് ഉണ്ടായത്. 1 തെസ്സലോനിക്കർ ലേഖനത്തിൽ 6 വാക്യം വരെയുള്ള കാര്യത്തിൽ ഈ ചോദ്യത്തിന് നമുക്ക് ഉത്തരം കാണുവാൻ കഴിയും. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരെ, ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ അറിയുന്നുവല്ലോ, നിങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ അറിയുന്നുവല്ലോ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ അറിയുന്നുവല്ലോ എന്നാണ് അവിടെ എന്ത് ചെയ്തിരിക്കുന്നത്? എഴുതിയിരിക്കുന്നത്. ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും
നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു. അവർ വചനം കൈക്കൊണ്ടിരുന്നു, അതായിരുന്നു അവർ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് എന്നുള്ളതിന്റെ തെളിവ്. അവർ വചനം കൈക്കൊണ്ടതാണ് അവർ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് എന്നുള്ളതിന്റെ തെളിവ്. ഒരാൾ സുവിശേഷം കേട്ടനുസരിച്ച് ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചവനായി തീരുമ്പോൾ അവൻ തിരഞ്ഞെടുക്കപ്പെട്ടവനെന്ന് തെളിയുകയാണ്. ഒരാൾ സുവിശേഷം കേട്ടനുസരിച്ച് ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചവനായി തീരുമ്പോൾ അവൻ തിരഞ്ഞെടുക്കപ്പെട്ടവനായി എന്ന് തെളിയുന്നു. അപ്പോഴാണ് നമുക്ക് എന്തേ മനസ്സിലാക്കാൻ കഴിയുന്നത്? അയ്യോ, ദൈവം എന്നെയും രക്ഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തതാണല്ലോ. അവർ വചനം കൈക്കൊള്ളുന്നതിലൂടെയാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. അവർ വചനം കൈക്കൊള്ളുന്നതിലൂടെയാണ് എന്ത് നടക്കുന്നത്? തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ചിലർ പറയാറുണ്ട്, ദൈവം ചിലരെ മാത്രം തിരഞ്ഞെടുത്തു, ദൈവം ചിലരെ മാത്രം മുൻ നിയമിച്ചു, ദൈവം ചിലരെ മാത്രം തിരഞ്ഞെടുക്കുകയും മുൻ നിയമിക്കുകയും ചെയ്തു എന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. എന്നാൽ ദൈവം സകല മനുഷ്യജാതികളെയും ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. ആ തിരഞ്ഞെടുപ്പ് അവർക്ക് മനസ്സിലാകാത്തത് എന്താണ്? അവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് ദൈവവചനം അവർ കൈക്കൊള്ളുന്നില്ല. കൈക്കൊള്ളാതെ ഇരിക്കുന്നിടത്തോളം കാലം ദൈവം ക്രിസ്തുവേശുവിൽ കൂടെ രക്ഷയ്ക്ക് വേണ്ടി എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ള കാര്യം അവർക്ക് ബോധ്യമാകുകയില്ല. ആ കാര്യം ബോധ്യമാകണമെങ്കിൽ ദൈവവചനം കേട്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ മാത്രമാണ് എന്നെയും ദൈവം തിരഞ്ഞെടുത്തല്ലോ എന്ന് അവർക്ക് ബോധ്യമാകുന്നത്, മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത്, അവർ വചനം കൈക്കൊള്ളുന്നതിലൂടെയാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ എപ്പോഴാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്? ദൈവവചനം അവർ കൈക്കൊള്ളുന്നതിലൂടെ. കൈക്കൊള്ളാത്തിടത്തോളം കാലം അവരെന്തല്ല, അവര് തിരഞ്ഞെടുപ്പിന്റെ ആ അനുഭവത്തിലേക്ക് എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല. അവർ തിരഞ്ഞെടുക്കുന്നത് അല്ലെങ്കിൽ അവരെ ആ ഒരു അനുഭവത്തിലേക്ക് വരുന്നത് അവർ ദൈവവചനം കൈക്കൊള്ളുമ്പോൾ മാത്രമാണ്. തിരഞ്ഞെടുപ്പിനെ കുറിച്ച് ദൈവവചനം എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. തിരഞ്ഞെടുപ്പിനെ കുറിച്ച് ദൈവവചനം എന്താണ് പറയുന്നത്? റോമാലേഖനം 8-ാമത്തെ അധ്യായം അതിൻ്റെ 29 മുതൽ ഉള്ള വാക്യങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നു: എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ദൈവം മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രന്റെ സാദൃശ്യത്തോട് അനുരൂപരാകുവാൻ മുൻകൂട്ടി നിശ്ചയിച്ചു. ഇത് തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതൻ ആകുന്നതിന് വേണ്ടിയാണ്. മുൻ നിയമിച്ചവരെ വിളിച്ചും, വിളിച്ചവരെ നീതീകരിച്ചും, നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. ഇത് സംബന്ധിച്ചാം നാം എന്തു പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലം എങ്കിൽ നമുക്ക് പ്രതികൂലം ആരാണ് എന്ന് ചോദിക്കുകയാണ്. ഈ വാക്യങ്ങളിൽ ദൈവം മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രന്റെ സാദൃശ്യത്തോട് അനുരൂപരാകുവാൻ മുൻകൂട്ടി നിശ്ചയിച്ചു. ഇത് തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതൻ ആകുന്നതിന് വേണ്ടിയാണ്. അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചും, വിളിച്ചവരെ നീതീകരിച്ചും, നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. ദൈവം മനുഷ്യരെ മുന്നറിഞ്ഞിരുന്നു എന്നാണ് ആദ്യമായി നാം കാണുന്നത്. ദൈവം മനുഷ്യരെ എന്ത് ചെയ്തു? മുന്നറിഞ്ഞിരുന്നു. അവരുടെ അവസ്ഥയെയോ
അവർ എങ്ങനെ ജീവിക്കും എന്ന കാര്യത്തെയോ അവർ മാനസാന്തരപ്പെടുമോ ഇല്ലയോ എന്ന കാര്യത്തെക്കുറിച്ചോ അവൻ അറിഞ്ഞിരുന്നു എന്ന് ഇവിടെ പറയുന്നില്ല. അവൻ ആ വ്യക്തികളെ അറിഞ്ഞു. അറിഞ്ഞു. 4:1 എഫേസ്യർ ലേഖനം 1:4 പറയുന്നത് പോലെ മുന്നറിഞ്ഞു എന്ന് പറഞ്ഞിരിക്കുന്നത് ലോകസ്ഥാപനത്തിന് മുൻപേ അഥവാ നിത്യതയിൽ തന്നെ അറിഞ്ഞിരുന്നു എന്ന അർത്ഥത്തിലാണ്. മുന്നറിഞ്ഞു എന്ന് പറഞ്ഞത് ലോകസ്ഥാപനത്തിന് മുൻപേ അഥവാ നിത്യതയിൽ തന്നെ അറിഞ്ഞിരുന്നു എന്ന അർത്ഥത്തിലാണ്. ഈ വ്യക്തികളിൽ ഒരാൾ പോലും ഒഴിഞ്ഞു പോകാതെ സകലരെയും തന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ അവൻ മുൻ നിയമിച്ചിരിക്കുന്നു. ഈ വ്യക്തികളിൽ ഒരാൾ പോലും ഒഴിഞ്ഞു പോകാതെ സകലരെയും തന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ അവൻ മുൻ നിയമിച്ചിരിക്കുന്നു. ഇതിനെയാണ് തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത്. നാം ജനിച്ചതിന് മുൻപേ, ആദം സൃഷ്ടിക്കപ്പെടുന്നതിന് മുൻപേ ദൈവം നമ്മെക്കുറിച്ച് ചിന്തിക്കുകയും തന്റെ പുത്രന്റെ സ്വരൂപത്തോട് നാം അനുരൂപരായി തീരേണ്ടതിന് മുൻ നിയമിച്ചു. എപ്പോഴാണ് ദൈവം നമ്മെ മുൻ നിയമിച്ചത്? നാം ജനിക്കുന്നതിന് മുൻപേ, ആദം സൃഷ്ടിക്കപ്പെടുന്നതിന് മുൻപേ തന്റെ പുത്രന്റെ സ്വരൂപത്തോട് നാം അനുരൂപരായി തീരേണ്ടതിന് മുൻ നിയമിച്ചു. ആരെയാണ്? എല്ലാവരെയും ദൈവം എന്ത് ചെയ്തു? മുൻ നിയമിച്ചു. ആദം മുതൽ ഇന്നയോളം ജനിച്ചവരെയും ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവ് വരെ ഉള്ളവരെയും കർത്താവ് എന്ത് ചെയ്തു? പിതാവായ ദൈവം തന്റെ പുത്രനിലൂടെ രക്ഷയ്ക്ക് വേണ്ടി മുൻ നിയമിക്കുവാനിടയായി തീർന്നു. ഇനി രക്ഷയും മുൻ നിയമനവും. മുൻ നിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. ഈ വാക്യത്തിൽ മുൻ നിയമിച്ചവരെ എന്ന് പറയുമ്പോൾ കുറച്ചു പേരെ നിയമിച്ചു, കുറച്ചു പേരെ നിയമിച്ചില്ല എന്ന ഒരു ധ്വനി അതിൽ ഉണ്ട്. ഈ വാക്യത്തിൽ മുൻ നിയമിച്ചവരെ എന്ന് പറയുമ്പോൾ കുറച്ചു പേരെ നിയമിച്ചു, കുറച്ചു പേരെ നിയമിച്ചില്ല എന്ന ഒരു ധ്വനി അതിനകത്ത് കാണാം. അതിനാലാണ് കുറച്ചു പേരെ നിയമിച്ചു എന്ന് എന്ത് ചെയ്യുന്നത് ചിലർ പഠിപ്പിക്കുന്നത്. മുന്നമേ തന്നെ ദൈവത്താൽ രക്ഷയ്ക്കായി നിയമിക്കപ്പെട്ടവരാണ് രക്ഷിക്കപ്പെടുന്നതെങ്കിൽ, മുന്നമേ തന്നെ ദൈവത്താൽ രക്ഷയ്ക്കായി നിയമിക്കപ്പെട്ടവരാണ് രക്ഷിക്കപ്പെടുന്നതെങ്കിൽ, അഥവാ ദൈവത്താൽ നിയമിക്കപ്പെടാത്തവർ രക്ഷിക്കപ്പെടുകയില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദി ദൈവം തന്നെയായിരിക്കും. കാരണം അവർ രക്ഷിക്കപ്പെടുവാൻ ദൈവം അവരെ മുൻ നിയമിച്ചില്ല. അപ്പോൾ നമ്മൾ എന്തിനാണ് സുവിശേഷം പറയുന്നത്? നമ്മൾ സുവിശേഷം പറയേണ്ട ആവശ്യമില്ലല്ലോ. കാരണം കർത്താവ് ചിലരെ എന്ത് ചെയ്തിരിക്കുകയാണ്? മുൻ നിയമിച്ചിരിക്കുകയാണ്. അത് നമ്മൾ സുവിശേഷം പറഞ്ഞാലും ഇല്ലെങ്കിലും എന്ത് ചെയ്യും? അവർ രക്ഷിക്കപ്പെടുമല്ലോ. ആ ഒരു ചിന്താഗതി ആണ് പലർക്കും ഉള്ളത്. കാരണം ദൈവം ചിലരെ മുൻ നിയമിച്ചിരിക്കുകയാണല്ലോ രക്ഷയ്ക്ക്. അതുകൊണ്ട് നമ്മൾ സുവിശേഷം പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും എന്ത് ചെയ്യും? അവർ രക്ഷിക്കപ്പെടും. ദൈവം മുന്നമേ തന്നെ ദൈവത്താൽ രക്ഷയ്ക്കായി നിയമിക്കപ്പെട്ടവരാണ് രക്ഷിക്കപ്പെടുന്നതെങ്കിൽ, അഥവാ ദൈവത്താൽ നിയമിക്കപ്പെടാത്തവർ രക്ഷിക്കപ്പെടുന്നില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദി ദൈവം തന്നെ ആയിരിക്കും. അത് അവർ രക്ഷിക്കപ്പെടുന്നില്ലെങ്കിൽ ആരാണ് ഉത്തരവാദി? ദൈവം തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ നാം സുവിശേഷം പറയുന്നത് ദൈവത്തിന്റെ ആ മുൻ നിയമനം സകലരെയും അറിയിക്കുന്നതിന് വേണ്ടിയാണ് നാം എന്ത് ചെയ്യുന്നത്? സുവിശേഷം പറയുന്നത്. ദൈവം എല്ലാവരെയും മുൻ നിയമിച്ചു. ആ മുൻ നിയമനത്തിലേക്ക് സകലരും കടന്നു വന്ന് ആ ദൈവവചനം സ്വീകരിക്കുമ്പോഴാണ് അവർക്ക് യഥാർത്ഥത്തിൽ
ആ ദൈവം എന്നെയും രക്ഷയ്ക്ക് വേണ്ടി മുൻ നിയമിച്ചല്ലോ എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ദൈവം ചിലരെ രക്ഷയ്ക്കായി മുൻ നിയമിക്കുകയും അവർക്ക് മാത്രമേ രക്ഷിക്കപ്പെടുവാൻ സാധിക്കുകയുള്ളൂ എങ്കിൽ അപ്രകാരം നിർണയിക്കപ്പെടാത്തവർക്ക് രക്ഷിക്കപ്പെടുവാൻ കഴിയുകയില്ലല്ലോ. ഇത് വേദപണ്ഡിതന്മാരുടെ ഇടയിലുള്ള ഒരു പഠിപ്പിക്കലാണ്. അവർ പറയുന്നത് ചിലരെ മാത്രം രക്ഷിക്കപ്പെടുവാൻ ദൈവം കണ്ടിരുന്നു എന്നാണ്. എന്നാൽ വേദപുസ്തകം പറയുന്നത് വേദപണ്ഡിതന്മാരുടെ പഠനമല്ല. വേദപുസ്തകം പറയുന്നത് ദൈവം സകലരെയും രക്ഷയ്ക്കായി മുൻ നിയമിച്ചു എന്നാണ് വേദപുസ്തകം പറയുന്നത്. ഇവിടെ പറയുകയാണ്, ദൈവം ചിലരെ രക്ഷയ്ക്കായി മുൻ നിയമിക്കുകയും അവർക്ക് മാത്രമേ രക്ഷിക്കപ്പെടുവാൻ സാധിക്കുകയുള്ളൂ എങ്കിൽ അപ്രകാരം നിർണയിക്കപ്പെടാത്തവർക്ക് രക്ഷിക്കപ്പെടുവാൻ കഴിയുകയില്ലല്ലോ. അതിനാൽ അവർ നശിച്ചു പോകുന്നതിൽ അവർ കുറ്റക്കാരല്ല എന്ന് തെളിയുന്നു. ദൈവം കുറച്ചു പേരെ നിയമിച്ചു, അവർ രക്ഷിക്കപ്പെട്ടു. ദൈവം നിയമിക്കാത്തവർ അവരെന്ത് ചെയ്തില്ല? രക്ഷിക്കപ്പെട്ടില്ല. അവർ രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ ആരല്ല കുറ്റക്കാർ? അവരല്ല കുറ്റക്കാർ. പിന്നെ ആരാണ് കുറ്റക്കാരായി മാറുന്നത്? ദൈവമാണ് കുറ്റക്കാരായി മാറുന്നത്, ആ പണ്ഡിതന്മാരുടെ പഠിപ്പിക്കൽ അനുസരിച്ച്. എന്നാൽ വേദപുസ്തകം അനുസരിച്ച് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, വായിക്കാൻ കഴിയുന്നത്, ദൈവം സകലരെയും എന്ത് ചെയ്തു? മുൻ നിയമിച്ചു എന്നാണ്. ആ രക്ഷയിലേക്ക് ദൈവം സകലരെയും നിയമിച്ചു, യേശുക്രിസ്തുവിൽ കൂടെയുള്ള ആ രക്ഷയിലേക്ക്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ചിലരെ മാത്രം രക്ഷയ്ക്കായിട്ട് നിയമിച്ചിട്ട് എല്ലാവരും രക്ഷ പ്രാപിക്കുവാൻ ദൈവം ഇച്ഛിച്ചാൽ അല്ലെങ്കിൽ കൽപ്പിച്ചാൽ അത് എങ്ങനെ സാധ്യമാകും? അപ്പോസ്തലന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തില് നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. 17-ന്റെ 30-ാമത്തെ വാക്യം. എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. ദൈവവചനം പറയുന്നത് എന്താണ്? എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എന്ന് പറയുന്നത് ഈ വചനം സംസാരിക്കുമ്പോൾ, മറ്റൊരാൾ മറ്റൊരു സ്ഥലത്ത് ഈ വചനം സംസാരിക്കുമ്പോൾ, ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും, കുറച്ചുപേര് മാത്രമല്ല, തിരഞ്ഞെടുക്കപ്പെട്ടവർ മാത്രം എന്നല്ല പറയുന്നത്, മുൻ നിയമിച്ചവർ മാത്രം എന്നല്ല പറയുന്നത്. പിന്നെയോ എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. മനുഷ്യൻ എന്ന പേർ വിളിക്കപ്പെടുന്ന സകലരോടും ദൈവവചനം എന്താണ് പറയുന്നത്? നിങ്ങൾ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം കൽപ്പിക്കുകയാണ്. അപ്പോൾ ദൈവം എല്ലാവരോടും കൽപ്പിക്കുന്നു മാനസാന്തരപ്പെടണം. മറിച്ച് ചിലരെ മാത്രം രക്ഷയ്ക്കായിട്ട് നിയമിച്ചിട്ട് എല്ലാവരും രക്ഷ പ്രാപിക്കണമെന്ന് ദൈവം പറയുന്നതിന്റെ യുക്തി എന്താണ്? ദൈവവചനത്തിൽ കൂടെ നമ്മൾ ചിന്തിക്കുമ്പോൾ അത് നമുക്ക് എന്താണ് മനസ്സിലാക്കി തരുന്നത്? ദൈവവചനം പറയുന്നത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാതെ ദൈവം ചിലരെ മാത്രം രക്ഷയ്ക്ക് വേണ്ടി നിയമിച്ചു എന്ന് പഠിപ്പിക്കുന്ന ആ പഠിപ്പിക്കൽ വേദപുസ്തകം അനുസരിച്ച് തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പോൾ ദൈവം ആരെ തിരഞ്ഞെടുത്തു? ദൈവം എല്ലാവരെയും തിരഞ്ഞെടുത്തു. അപ്പോസ്തലന്മാരുടെ പുസ്തകത്തിൽ പറയുന്നു, ഇപ്പോൾ അറിയായ്മയുടെ കാലങ്ങളെ ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടുമെന്ന് ദൈവം കൽപ്പിക്കുകയാണ്. ചിലരെ മാത്രം രക്ഷിക്കുവാൻ നിയമിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ദൈവം കൽപ്പിക്കുകയില്ല. എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം എന്ത് ചെയ്യുന്നു? കൽപ്പിക്കുകയാണ്. എസെക്കിയേലിന്റെ പുസ്തകം 18-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, ദുഷ്ടൻ നശിക്കുന്നതിൽ ദൈവത്തിന് താല്പര്യമില്ല. അപ്പോൾ
ദൈവം ദുഷ്ടന്റെ മേലും എന്ത് ചെയ്യുകയാണ്? അവൻ നശിക്കുന്നതിനും ദൈവത്തിന് എന്തില്ല? താല്പര്യമില്ല. എസെക്കിയേലിന്റെ പുസ്തകം 18:23 പറയുകയാണ്, ദുഷ്ടന്റെ മരണത്തിൽ എനിക്ക് അല്പമെങ്കിലും താല്പര്യമുണ്ടോ? അവൻ തന്റെ വഴികളെ വിട്ടുതിരിഞ്ഞ് ജീവിക്കണമെന്നല്ലയോ എന്റെ താല്പര്യം എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. അപ്പോൾ ദുഷ്ടന്റെ മരണത്തിൽ ദൈവത്തിന് എന്തില്ല? ദുഷ്ടൻ നശിക്കുന്നതിൽ ദൈവത്തിന് എന്തില്ല? താല്പര്യമില്ല. അവൻ എന്തായിത്തീരണം? അവൻ തന്റെ വഴികളെ വിട്ടുതിരിഞ്ഞ് ജീവിക്കണമെന്നല്ലയോ ദൈവത്തിന്റെ താല്പര്യം എന്ന് പറയുക. അപ്പോൾ ദൈവത്തിന്റെ താല്പര്യം എന്താണ്? ദുഷ്ടന്മാരും സകലരും എന്ത് ചെയ്യണം? തന്റെ വഴികളെ വിട്ടുതിരിഞ്ഞ് ദൈവത്തെ അറിഞ്ഞ് ജീവിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം ചിലരെ നിത്യജീവനായി നിയമിച്ചുവെങ്കിൽ അതിന്റെ അർത്ഥം മറ്റുള്ളവരെ നിത്യനാശത്തിനായി നിയമിച്ചു എന്നല്ലേ? രക്ഷിക്കപ്പെടുവാനുള്ളവരെ ദൈവം നേരത്തെ നിയമിച്ചു എങ്കിൽ ദൈവം മുഖപക്ഷം കാണിക്കുന്നു എന്ന് ചിന്തിക്കേണ്ടി വരും. എന്നാൽ ദൈവത്തിന് മുഖപക്ഷമില്ല. ആവർത്തന പുസ്തകം 10:17 പറയുന്നു, ദൈവത്തിന് എന്തില്ല? ദൈവത്തിന് മുഖപക്ഷമില്ല. അന്യായവും മുഖപക്ഷവും ഇല്ല. ഈ ഭാഗത്തെല്ലാം ദൈവത്തിന്റെ രക്ഷയോടുള്ള ബന്ധത്തിൽ മുഖപക്ഷം കാണിക്കുന്നില്ല എന്ന് കാണുകയാണ്. 2 ദിനവൃത്താന്തം 19:7, അപ്പോസ്തല പ്രവൃത്തി 10:34, ഗലാത്യ ലേഖനം 2:6, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6:9. ഈ ഭാഗത്തെല്ലാം ദൈവത്തിന് രക്ഷയോടുള്ള ബന്ധത്തിൽ മുഖപക്ഷമില്ല എന്ന് കാണിക്കുകയാണ്. അപ്പോസ്തലന്മാരുടെ പുസ്തകം 10-ാം അധ്യായം അതിന്റെ 34-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, അപ്പോൾ പത്രോസ് വായി തുറന്ന് പറഞ്ഞു തുടങ്ങിയത്, ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ടു നീതി പ്രവർത്തിക്കുന്നവരെ അവൻ അംഗീകരിക്കുന്നു എന്നും ഞാൻ ഇപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു. നമുക്കറിയാം, അപ്പോസ്തലനായിരിക്കുന്ന പത്രോസ് ലീഗ പറയുകയാണ്, അപ്പോൾ പത്രോസ് വായി തുറന്നു പറഞ്ഞത് തുടങ്ങിയത്, ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ടു നീതി പ്രവർത്തിക്കുന്നവരെ അവൻ അംഗീകരിക്കുന്നു എന്ന് ഞാൻ ഇപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു. ഏത് ജാതിയിലുള്ളവരെയും ദൈവം എന്ത് ചെയ്യുന്നു? അംഗീകരിക്കുന്നു. അവരെല്ലാം ദൈവം എന്ത് ചെയ്യുന്നു? രക്ഷയ്ക്ക് വേണ്ടി വിളിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ മുൻപിൽ ആണെന്നും പെണ്ണെന്നുമുള്ള 2 ജാതികളെ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവരെല്ലാം ദൈവം എന്തിരിക്കുകയാണ്? രക്ഷയ്ക്ക് വേണ്ടി നിയമിച്ചിരിക്കുകയാണ്. മനുഷ്യൻ നാശത്തിലേക്ക് പോകാൻ ദൈവം മുൻ നിയമിച്ചുവോ? നിങ്ങൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് എന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടാത്തതിനാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണോ അല്ലയോ എന്ന് ഈ ഭൂമിയിൽ വെച്ച് അറിയുവാൻ കഴിയുകയില്ല എന്ന് ചിലരെന്ത് ചെയ്യാറുണ്ട്? പറയാറുണ്ട്. ദൈവം എന്നാൽ ബൈബിൾ സത്യങ്ങളെ അടിസ്ഥാനമാക്കി നമുക്ക് ഉചിതമായ മറുപടി കൊടുക്കുവാൻ കഴിയും. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഇതാണ് ആ ഉറപ്പ്. നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഈ ഭൂമിയിൽ വെച്ച് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയുമെന്ന് ചോദിക്കുന്നവരോടുള്ള ഉത്തരമാണ് എന്ത്? തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. യോഹന്നാൻ 3:16. ഇതാണ് ആ ഉറപ്പ്. യഥാർത്ഥത്തിൽ ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നതിനെ കുറിച്ച് ദൈവവചനത്തിൽ
വളരെ വ്യക്തമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? രേഖപ്പെടുത്തിയിട്ടുണ്ട്. തന്റെ സന്നിധിയിൽ നാം വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിനും അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് ദൈവം തനിക്ക് പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തുവല്ലോ. നിർഭാഗ്യവശാൽ മനുഷ്യൻ ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സത്യങ്ങൾ അംഗീകരിക്കുന്നതിന് പകരമായി തന്റെ ചിന്തകളെ എന്ത് ചെയ്യുന്നു? അതിനപ്പുറത്തേക്ക് കടത്തിവിട്ട് യുക്തിപരം എന്ന് അറിയപ്പെടുന്ന ചില നിഗമനങ്ങളിൽ എത്തിച്ചേരുവാൻ വെമ്പൽ കാട്ടുകയാണ് ചെയ്യുന്നത്. നിർഭാഗ്യവശാൽ മനുഷ്യൻ ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സത്യങ്ങൾ അംഗീകരിക്കുന്നതിന് പകരമായി തന്റെ ചിന്തകളെ അതിനപ്പുറത്തേക്ക് കടത്തിവിട്ട് യുക്തിപരം എന്നറിയപ്പെടുന്ന ചില നിഗമനങ്ങളിൽ എത്തിച്ചേരുവാൻ വെമ്പൽ കാട്ടുകയാണ് ചെയ്യുന്നത്. മനുഷ്യൻ എന്ത് ചെയ്യുകയാണ്? ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സത്യങ്ങളെ ഉൾക്കൊള്ളാതെ അവരുടെ ചില യുക്തിപരമായിരിക്കുന്ന ചിന്തകളെ എന്ത് ചെയ്യുന്നു? നിഗമനങ്ങളെയും ആ നിഗമനത്തിലും അവരുടെ യുക്തിപരമായിരിക്കുന്ന ചിന്തകളിലും എന്ത് ചെയ്യുന്നു? ദൈവവചനത്തെ മാറ്റിക്കൊണ്ട് എന്ത് ചെയ്യുന്നു? ജനത്തെ പഠിപ്പിക്കുകയാണ്. അതിന്റെ ഫലമോ ദൈവവചനത്തിന് നിരക്കാത്തതും ദൈവനാമത്തിന് അപമാനം വരുത്തുന്നതുമായ പല പദങ്ങൾ അവർ ഉപയോഗിക്കുന്നു. തൽഫലമായി ദൈവം ചിലരെ രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നു, അവർ മാത്രമേ രക്ഷ പ്രാപിക്കുകയുള്ളൂ എന്ന തെറ്റായ പഠിപ്പിക്കലുകൾക്ക് കാരണമായി തീരുന്നു. ദൈവം നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തിരിക്കുന്നതിനെ കുറിച്ച് ദൈവവചനം നമുക്ക് നൽകിയിരിക്കുന്ന മഹത്വമാർന്ന ചിത്രത്തിന്റെ ഉറപ്പാണ് സകല മനുഷ്യരെയും ദൈവം മുൻ നിയമിച്ചു എന്നുള്ളത്. എന്നാൽ റോമലേഖനം 9-ാം അധ്യായം 8 മുതലുള്ള വാക്യങ്ങൾ 23 വരെയുള്ള വാക്യങ്ങളെ ആധാരമാക്കി ചിലരെ നിത്യജീവനായി തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്നും മറ്റുള്ളവരെ തള്ളിക്കളയുവാൻ നിശ്ചയിച്ചിരിക്കുന്നുവെന്നും സമർത്ഥിക്കുന്ന ഉപദേശമാണ് മുൻ നിയമനോപദേശം. അതിനാൽ ഈ കാര്യം എന്താണെന്നൊന്ന് നമുക്ക് ചിന്തിക്കാം. നിത്യജീവനായിട്ടുള്ള തിരഞ്ഞെടുപ്പോ നിത്യനാശത്തിനായുള്ള തള്ളിക്കളയലോ അല്ല പ്രതിപാദ്യ വിഷയം. റോമലേഖനം 9-ാം അധ്യായം അതിന്റെ 8 മുതൽ 23 വരെയുള്ള ആ ഭാഗത്ത് പറയുന്ന കാര്യം എന്താണെന്നറിയാമോ? റോമർ 9:8 മുതൽ. അതിന്റെ അർത്ഥമോ ജഡപ്രകാരം ജനിച്ച മക്കളല്ല ദൈവത്തിന്റെ മക്കൾ, വാഗ്ദാനപ്രകാരം ജനിച്ച മക്കളത്രേ സന്തതി എന്നെണ്ണുന്നു. അടുത്ത സംവത്സരം ഞാൻ മടങ്ങി വരും, അപ്പോൾ സാറയ്ക്കൊരു മകനുണ്ടാകും എന്നല്ലോ വാഗ്ദത്തം. ഇതെന്തല്ല? നിത്യജീവനായിട്ടുള്ള തിരഞ്ഞെടുപ്പോ നിത്യനാശത്തിനായിട്ടുള്ള തള്ളിക്കളയലോ അല്ല അവിടുത്തെ പ്രതിപാദ്യ വിഷയം. നേരെ മറിച്ച് ഈ ഭൂമിയിൽ ലഭ്യമാകുന്ന ഒരു വിശിഷ്ടമായ സ്ഥാനത്തെക്കുറിച്ച് മാത്രമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് അബ്രഹാമിനോടുള്ള ബന്ധത്തിലാണ് അവിടെ പറയുന്നത്. റോമാലേഖനം 9:8 മുതൽ 23 വരെയുള്ള വാക്യത്തിൽ പറയുന്ന കാര്യം നിത്യജീവനായിട്ടുള്ള തിരഞ്ഞെടുപ്പോ നിത്യനാശത്തിനായിട്ടുള്ള തള്ളിക്കളയലോ അല്ല പ്രതിപാദ്യമായ വിഷയം. മറിച്ച് ഈ ഭൂമിയിൽ ലഭ്യമാകുന്ന ഒരു വിശിഷ്ടമായ സ്ഥാനത്തെക്കുറിച്ച് മാത്രമാണ് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്? അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ലീഗ പറഞ്ഞിരിക്കുന്നത്. അതിനെ എന്ത് ചെയ്യുന്നു? ചിലര് എടുത്ത് മുൻ നിയമത്തെയും തിരഞ്ഞെടുപ്പിനെയും കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് എന്ത് ചെയ്യുകയാണ്? വ്യാഖ്യാനിക്കുകയാണ്. മുൻ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് റോമർ ലേഖനം 9:22-ഉം 23-ഉം ഭാഗത്തും പറഞ്ഞിരിക്കുന്നത്. ദൈവം ചിലരെ തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്ന ഉപദേശം കൈക്കൊണ്ടിരിക്കുന്നവർ പ്രസ്തുത ഉപദേശത്തിന് ഒരു തെളിവായി ഈ ഭാഗം എടുത്ത് ഉദ്ധരിക്കാറുണ്ടെങ്കിലും വാസ്തവത്തിൽ അങ്ങനെയുള്ള ഉപദേശത്തിന് എതിരായ കാര്യമാണ് ആ ഭാഗത്ത് കാണുവാൻ കഴിയുന്നത്. 24-ാം വാക്യത്തിൽ പറയുന്നു, നാശയോഗ്യമായ കോപപാത്രങ്ങളെ കുറിച്ച് പറയുന്നു.
ആരാണ് അവരെ നാശത്തിന് യോഗ്യരാക്കിയത്? അത് ഈ ഭാഗത്ത് പറഞ്ഞിട്ടില്ല. എന്നാൽ ദൈവം അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് ആ ഭാഗത്ത് വ്യക്തമാണ്. നാശ യോഗ്യമായ പാത്രങ്ങൾ ദൈവം തന്നെയാണ് അവരെ നാശയോഗ്യരാക്കി തീർത്തതെങ്കിൽ അവൻ അവരെ ദീർഘക്ഷമയോടെ സഹിച്ചു എന്ന് പറയാൻ കഴിയുമോ? അപ്പൊ ദൈവം എന്ത് ചെയ്തു? ദീർഘക്ഷമയോടെ സഹിച്ചു. എന്തിനാ ദീർഘക്ഷമയോടെ സഹിച്ചത്? അവരെങ്ങനെയെങ്കിലും മാനസാന്തരപ്പെട്ട് ദൈവസന്നിധിയിൽ കടന്നു വരാൻ വേണ്ടി ദൈവം എന്ത് ചെയ്തു? ദീർഘക്ഷമയോടെ സഹിച്ചു എന്നാണ് പറയുന്നത്. ദൈവം അവരെ നാശയോഗ്യരാക്കി തീർത്തെങ്കിൽ ദൈവം എന്ത് ചെയ്യണ്ട? ദീർഘക്ഷമയോടെ സഹിച്ചു എന്ന് പറയേണ്ട ആവശ്യമില്ല. അവർ സ്വയം നാശയോഗ്യരായി തീർന്നതാണെന്ന് വ്യക്തമാണ്. അവര് സ്വയം നാശയോഗ്യരായി തീർന്നു, അല്ലാതെ മറിച്ച് ദൈവം അവരെ എന്താക്കിയതല്ല, നാശയോഗ്യരാക്കിയതല്ല. അവർ സ്വയം നാശയോഗ്യരായി തീർന്നതാണെന്ന് അവിടെ വ്യക്തമാണ്. എന്നാൽ നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം ചരതിച്ചു വെക്കുന്നു. ആരാണ് അവിടെ കോപം ചരതിച്ചു വെക്കുന്നത്? ദൈവമല്ല അവിടെ കോപം ചരതിച്ചു വെക്കുന്നത്. പിന്നെ ആരാണ്? അവർ തന്നെ എന്ത് ചെയ്യുന്നു? കോപം കൂട്ടിവെക്കുകയാണ്, ചരതിച്ചു വെക്കുകയാണ്. എങ്ങനെ? നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം ചരതിച്ചു വെക്കുന്നു. റോമാലേഖനം 2-ാം അധ്യായം 5-ാമത്തെ വാക്യം. അപ്പോൾ അവര് തന്നെയാണ് ആരായി തീർന്നത്? സ്വയം നാശയോഗ്യരായി കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം ചരതിച്ചു വെക്കുന്നു. അവർക്ക് എന്ത് ചെയ്യുകയാണ്? കോപം ചരതിച്ചു വെക്കുകയാണ്. ദൈവമല്ല അവരെ എന്താക്കിയത്? നാശയോഗ്യരാക്കി തീർത്തത്. നാശയോഗ്യരാക്കി തീർത്തത് ദൈവം അല്ല. അവർ തന്നെത്താൻ ആരായി മാറി? നാശയോഗ്യരായി തീർന്നു. എങ്ങനെയാണ് അവർ തന്നെത്താൻ നാശയോഗ്യരായി തീർന്നത്? കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും എന്തായി തീർന്നു? ദൈവത്തിന്റെ കോപത്തിന് പാത്രമായി തീർന്നു. ചിലർ നിത്യനാശത്തിലേക്ക് പോകണമെന്ന് ദൈവം മുൻ നിർണയം ചെയ്തിരുന്നു എന്ന് കാണിക്കുന്ന ഒരു ചെറിയ വാക്യം പോലും വിശുദ്ധ ബൈബിളിലില്ല. നേരെ മറിച്ച് ദൈവം തന്നെക്കുറിച്ച് തന്റെ വചനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾക്ക് വിരുദ്ധമാണ് ഈ ചിന്താഗതി. അവൻ നമ്മുടെ രക്ഷിതാവായ ദൈവമാണ്. സകല മനുഷ്യരും രക്ഷ പ്രാപിക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു. 1 തിമോത്തിയോസ് 2:4. അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിക്കാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. എല്ലാവർക്കും വേണ്ടി മറുവിലയായി കൊടുത്ത സകലർക്കും വേണ്ടി രക്ഷയൊരുക്കിയിരിക്കുന്നു കർത്താവ്. എല്ലാവർക്കും വേണ്ടി എന്ത് ചെയ്തു? കർത്താവ് രക്ഷയൊരുക്കിയിരിക്കുകയാണ്. കർത്താവ് എന്ത് ചെയ്തു? എല്ലാവർക്കും വേണ്ടി രക്ഷയൊരുക്കിയിരിക്കുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ എങ്ങനെയാണ് വായിക്കുന്നത്? സകല ജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം. സകല ജനത്തിനും, കുറച്ചു ജനത്തിന് മാത്രമല്ല, യഹൂദന്മാർക്ക് മാത്രമല്ല, ജാതികൾക്കും കൂടെ ഉണ്ടാകാനുള്ള മഹാസന്തോഷം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ്, ദൈവത്തിന്റെ രക്ഷ ഒരു നിശ്ചിത കൂട്ടങ്ങൾക്ക് മാത്രമല്ല ദൈവം ഒരുക്കിയത്. ദൈവം സകലരെയും തന്റെ പുത്രൻ മുഖാന്തരം നിത്യജീവൻ പ്രാപിക്കുവാൻ അവൻ ക്രിസ്തുയേശുവിൽ സകലരെയും തിരഞ്ഞെടുത്തു എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയുന്നു. തന്റെ സന്നിധിയിൽ നാം വിശുദ്ധരും
നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിനു മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് ദൈവം തനിക്ക് പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തുവല്ലോ. പ്രൈസ്തലോ. കർത്താവ് നമ്മെ എന്ത് ചെയ്തിരിക്കുകയാണ്? മുൻ നിയമിച്ചിരിക്കുകയാണ്. ആ മുൻ നിയമിക്കപ്പെട്ട നാം ദൈവസന്നിധിയിൽ കടന്നു വന്നു. ദൈവത്തെ അറിയുവാൻ ദൈവം നമുക്ക് കൃപ തന്നു. ദൈവം കുറച്ചുപേരെ മാത്രമല്ല മുൻ നിയമിച്ചത്, ദൈവം സകലരെയും സകല മനുഷ്യരെയും മുൻ നിയമിച്ചു എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ഈ കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്നെ വ്യക്തിപരമായി വിളിച്ചാൽ നമുക്ക് ആ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാവുന്നതാണ്. ഇത് ഒരു വേദപണ്ഡിതന്മാരുടെ ഇടയിലെ ഒരു തെറ്റായ പഠിപ്പിക്കൽ, വേദപുസ്തകം അനുസരിച്ച് ചില ചിന്തകൾ ദൈവം എനിക്ക് തന്ന വെളിപ്പാട് അനുസരിച്ച് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ദൈവം എത്രത്തോളം നമ്മെ സഹായിച്ചല്ലോ. ദൈവത്തിന്റെ രക്ഷ, ദൈവത്തിന്റെ മുൻനിയമനം, ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് നമ്മുടെ ജീവിതത്തിലും നമുക്ക് കരസ്ഥമാക്കുവാൻ കർത്താവിടയാക്കി. ആ രക്ഷയുടെ സന്തോഷത്തിൽ ജീവിതത്തിൽ മുന്നേറുവാൻ സർവശക്തനായ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ ഇവിടെ നിർത്തുന്നു. ദൈവം ഈ വചനങ്ങളാൽ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് ബൈബിൾ ക്ലാസ് എടുക്കേണ്ട കർത്താവിന്റെ ദാസന് കടന്നു വരാൻ കഴിഞ്ഞില്ല. എങ്കിലും നമ്മുടെ ട്രിനിറ്റി ഇന്റർനാഷണൽ പ്രയർ മിനിസ്ട്രിയുടെ ഈ ബൈബിൾ ക്ലാസ് നമുക്ക് തുടരുവാൻ കർത്താവ് നമ്മെ സഹായിച്ചു. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ നമുക്ക് ദൈവത്തിൽ അടയ്ക്കാം. ഹല്ലേലൂയ, ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ ഈ ബൈബിൾ ക്ലാസ്സിനെ അനുഗ്രഹിച്ച കർത്താവിന്റെ കരങ്ങൾ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. ആമേൻ. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ദാസൻ MS അബ്രഹാം പാസ്റ്റർ ആമേൻ പ്രാർത്ഥിച്ച ഇന്നത്തെ ഈ മീറ്റിംഗ് ഇവിടെ അവസാനിപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. ദൈവദാസനെ കേൾക്കാമോ? കേൾക്കാം. ഓക്കെ, ദൈവദാസനെ പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കാം. പരിശുദ്ധനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ നല്ല സന്ധ്യാസമയത്തിനായി സ്തോത്രം. പ്രത്യേക കർത്താവേ, ഹല്ലേലൂയ, ട്രിനിറ്റി ഇന്റർനാഷണൽ പ്രയറിന്റെ കർത്താവേ, ആഭിമുഖ്യത്തിൽ നടക്കുന്നതായ വെള്ളിയാഴ്ചത്തെ കർത്താവ് ബൈബിൾ ക്ലാസ്സിനെ ദൈവത്തോളം അനുഗ്രഹിച്ചതിനായി സ്തോത്രം. സുമിൽ ഉള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും സഹായിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളുടെ കർത്താവേ സ്തോത്രം. ട്രിനിറ്റി ഇന്റർനാഷണൽ മിനിസ്ട്രിയെ ദൈവം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രത്യേകിച്ച് നിമിത്തമായ പാസ്റ്റർക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ഇന്ന് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് പഠിപ്പിക്കുവാൻ കർത്താവ് അറിയപ്പെട്ടവനെ സഹായിച്ചുകൊണ്ട് സ്തോത്രം. രക്ഷയെക്കുറിച്ചും തെരഞ്ഞെടുപ്പിനെ കുറിച്ചും കർത്താവ് മുൻ നിയമനത്തെക്കുറിച്ചും ഒക്കെ കർത്താവെ ആധികാരികമായി ക്ലാസ് എടുക്കുവാൻ ദൈവം ഇടയാക്കിയതിനായി സ്തോത്രം. ഞങ്ങളെ മനുഷ്യരെല്ലാം തെരഞ്ഞെടുത്തത് ദൈവമാണ് കർത്താവെ. ആ തെരഞ്ഞെടുപ്പ് ഏറ്റവും വിലയേറിയതാണെന്ന് എണ്ണിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കർത്താവ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടിയായിരിക്കും ഞങ്ങൾ വായിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, സ്തോത്രം. ദൈവം കർത്താവെ, ഹല്ലേലൂയ. ദൈവം തെരഞ്ഞെടുത്തവനെ ആർക്കും കുറ്റം വിധിക്കാൻ കഴിയുകയില്ല കർത്താവെ. മനുഷ്യന് കുറ്റം വിധിക്കാൻ കഴിയുകയില്ല എന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം കർത്താവ്. എല്ലാവരും മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് കർത്താവെ ദൈവത്തെ ആരാധിക്കണം ദൈവം ആഗ്രഹിക്കുന്നു. എല്ലാവരും ഈ കർത്താവിലേക്ക് വരാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. അതിനായി ദൈവം സഹായിക്കണം. ഒരു വ്യക്തി പോലും നഷ്ടമായി പോകാൻ തക്കണയാകരുത്. കർത്താവിന്റെ ദാസനെ എടുത്ത് ഉപയോഗിച്ചതിനായി സ്തോത്രം. സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്തതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തോത്രം. മഹത്വമെല്ലാം അങ്ങയ്ക്ക് യേശുക്രിസ്തു നാമത്തിൽ ചോദിക്കുന്നു, കൃപയോട് കേൾക്കണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും യേശുക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും നമ്മളോടും നാം പ്രാർത്ഥിച്ച കാര്യങ്ങളോടും പ്രത്യേക ഹല്ലേലൂയ ക്ലാസിനോടും കൂടെ ദൈവനെ സംസാരിച്ച ദൈവദാസനോട് ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു. സ്തോത്രം. പ്രാർത്ഥിച്ച സ്വാദം പറഞ്ഞ കർത്താവിന്റെ ദാസനോടുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഇന്നത്തെ മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടിയുള്ള വന്ദനവും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.